പത്തനംതിട്ടയിൽ നിന്നും സുജു ടി ബാബു കൂടിയുണ്ട്. സുജു ഇന്നലെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ പത്തനംതിട്ടയിൽ മഴക്കെടുതി രൂക്ഷമായിരുന്നു. അപ്പോൾ ഇന്ന് നൽകിയിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ, മറ്റ് വിവരങ്ങൾ. വർഷ, ഇന്ന് പത്തനംതിട്ടയിൽ ഓറഞ്ച് അലേർട്ടാണ്. വർഷ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ മുതൽ തന്നെ ശക്തമായ കാറ്റിൽ പത്തനംതിട്ടയിൽ നല്ല രീതിയിൽ നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് ഈ അച്ചൻകോവിലാറിൻ്റെ തീരത്താണ്. ഈ നദി കര തൊട്ടൊഴുകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ കാണുന്നതിൽ നിന്ന് ഏറെ ദൂരെയാണ് അച്ചൻകോവിലാറുള്ളത്. ഇത് റോഡിലേക്ക് വെള്ളം കയറിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ ഏതാണ്ട് എല്ലാ നദികളിലെയും ജലനിരപ്പ് ഉയരുന്നുണ്ട്. പക്ഷേ അപകടകരം വിധം ഉയർന്നിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. തിരുവല്ല ഭാഗത്ത് മണിമലയാറ് കരകവിഞ്ഞ് ഒഴുകുന്നതിനെ തുടർന്ന് ചിലയിടങ്ങളിൽ വെള്ളം കയറുകയും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണുള്ളത്. നമ്മൾ പത്തനംതിട്ട കുമ്പഴയാണുള്ളത്. ഇവിടുത്തെ സ്ഥലത്ത് വാർഡ് മെമ്പറോട് ചേരുകയാണ്. ശക്തമായ മഴയാണ് ഈ പ്രദേശത്ത് ലഭിക്കുന്നത് ഇപ്പോൾ അല്ലേ? ഇപ്പം നല്ല മഴയാണ്. ഇന്നലെ രാത്രി മുതൽ നിർത്താതെയുള്ള മഴ കാരണം നാട്ടിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ ജലനിരപ്പ് ഉയർച്ച അത്ര അപകട ഭീഷണിയല്ല മുൻകാലങ്ങളെ അപേക്ഷിച്ച്. പക്ഷേ തുടർച്ചയായിട്ട് ഇങ്ങനെ 2 ദിവസം കൂടി മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ തൊണ്ടുമൺകരയിലെ 40 വീടുകളോളം വെള്ളപ്പൊക്ക ഭീഷണി നേരിടേണ്ടതായിട്ട് വരും. അംഗനവാടി ഉൾപ്പെടെ അങ്കണവാടിയുടെ താഴെ തട്ടില്ല, അത് നേരത്തെ തൊട്ടേ അങ്ങനെ വരുന്നത്. അതിനാണ് നമ്മൾ അങ്കണവാടി ഉയർത്തി 2 നിലയായിട്ട് പണിഞ്ഞിരിക്കുന്നത്. ഈ വെള്ളം അത് ബാധകമല്ല. കഴിഞ്ഞ 2018 അങ്കണവാടിക്കകത്ത് വെള്ളം കയറിയിട്ടില്ലായിരുന്നു. എന്തായാലും ഇതാണ് ഒരു സ്ഥിതി. ഇപ്പം ഞാൻ പത്തനംതിട്ടയിൽ നിൽക്കുമ്പോൾ പത്തനംതിട്ടയിൽ നൽകാൻ സാധിക്കുന്ന വിവരങ്ങൾ കൂടുതൽ നല്ല മഴയാണ് പ്രദേശത്തിലെ. അത് നല്ല മഴയാണ്. രാവും പോലും ഒരുപോലെ മഴയാണ്. ഇപ്പം ഈ വെള്ളം സാരമില്ല. ഒരു ഇരുട് വെട്ടിക്കഴിഞ്ഞാൽ വെള്ളം കയറും. കിഴക്കൻ വെള്ളത്തിൻ്റെ വരവാണ്. കിഴക്കൻ വെള്ളമാണ് ഇവിടുത്തെ പ്രശ്നം. പെയ്യുന്നതിൻ്റെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ പെയ്യുന്ന മഴയുടെ ആണെങ്കിൽ കുഴപ്പമില്ല. ഒരു ഇരുട് വെട്ടിക്കഴിഞ്ഞാൽ അത് വിഷയമാകും. പെട്ടെന്ന് വെള്ളം കയറി വരും. അത് ജനജീവിതത്തെ ദുസ്സഹമായി ബാധിക്കും. ഇത് തന്നെയാണ് പത്തനംതിട്ട ജില്ലയിൽ പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ തന്നെ അങ്ങനെയാണ്. കാരണം മലയോര മേഖലയുണ്ട്. മലയോര മേഖലയിൽ അതിശക്തമായ മഴ അല്ലെങ്കിൽ വനത്തിനുള്ള ഉരുൾപൊട്ടിയാൽ പോലും അത് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് പത്തനംതിട്ട നഗരത്തിനടുത്തുള്ള കുമ്പഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എന്തായാലും മഴ ശക്തമായി തുടരുകയാണ് വർഷ. ശരി സുജു.